സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം DCCയുടെ ആഭിമുഖ്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. മാർച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. UDF കൺവീനർ MM ഹസൻ, AICC സെക്രട്ടറി അറിവഴകൻ, DCC പ്രസിഡന്റ് പാലോട് രവി, മുൻമന്ത്രി VS ശിവകുമാർ തുടങ്ങിയവർ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് ഈ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നു. നമുക്കറിയാം, കേരളത്തിൽ ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആശാവർക്കർമാരെ നിയമിക്കുന്ന ഒരു പദ്ധതി. അത് വർഷങ്ങൾക്ക് മുൻപ് ഈ പദ്ധതി ആരംഭിക്കുമ്പോൾ 1-2 മണിക്കൂർ മാത്രം ജോലി ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. അന്ന് അവർക്ക് ഓണറേറിയം നൽകാൻ തീരുമാനമെടുത്തു. ഇന്ന് നമുക്കറിയാം, ഇന്ന് 1-2 മണിക്കൂർ ചെയ്യുന്നൊരു ജോലിയല്ല. ദിവസത്തിൽ 12-14 മണിക്കൂർ ജോലിയുള്ള, വീട്ടിൽ ചെന്നാലും ജോലി തീരാത്ത, നിരന്തരമായി ഒരുപാട് കാര്യങ്ങൾ പുതിയതായി ഭാരമേൽപ്പിക്കുന്ന, വിശ്രമമില്ലാതെ ഒരു ഞായറാഴ്ച പോലും ഓഫ് എടുക്കാൻ കഴിയാതെ നിരന്തരമായ ജോലിയുള്ള ഒന്നായി ആശാവർക്കർമാരുടെ തൊഴിൽ മാറിയിരിക്കുകയാണ്. കഠിനമായ അധ്വാനം, അമിതമായ അധ്വാനമാണ്. 8 മണിക്കൂർ ജോലി എന്നുള്ള ഒരു സംവിധാനം അവിടെ ഇല്ല. ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം. ഈ 7000 രൂപയുടെ ഓണറേറിയം പോലും കുറെ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്. അത് അടിച്ചു മാറ്റി അവർ മൂടിക്കിടന്നു. വീണ്ടും പോലീസ് വരികയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിട്ട് തന്നെ കണ്ണൂരിൽ 10,000 പേര് കൂടി കോടതി ഞങ്ങൾക്ക് കൊല്ലാണ്. CPM-ന്റെ നേതാവ് ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വഴി നടക്കുന്നത് തടസ്സപ്പെടുത്തുന്നതിനെതിരായി എടുത്ത കേസ്, ആ കേസിന് ഹൈക്കോടതിയോട് വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു. ഏത് ഹൈക്കോടതി എന്നാണ്? കൊല്ലാണ്. ആ ഹൈക്കോടതി വിധി പോലീസുകാരും കണ്ടില്ലേ? ഈ പാവപ്പെട്ട ആശാവർക്കർമാർ മഴയത്ത് നനയുമ്പോൾ ഇവിടുത്തെ പോലീസുകാരുടെ ഹൈക്കോടതി വിധി പോലീസാണോ അതോ പോലീസ് സഖാക്കളാണോ ഇവരോട് വന്ന അർദ്ധരാത്രി ഈ താർപ്പാളിൽ മാറ്റാൻ പറഞ്ഞത്? വാസ്തവത്തിൽ ഇത് ഇരട്ടത്താപ്പാണ്. ഇന്നലെ നമ്മുടെ അഭിമന്യനായ നേതാവ് AK ആന്റണി, ഞാനും ശിവകുമാറും ഒക്കെ പങ്കെടുത്ത ഞങ്ങളുടെ ഒരു കുടുംബയോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് പരസ്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഒരു അഭ്യർത്ഥന വെച്ചു. അദ്ദേഹം പറഞ്ഞത്, പാവപ്പെട്ട ആശാവർക്കർമാരെ ഇനി വെയിൽ കൊള്ളിക്കുകയും മഴ നനയിക്കുകയും ചെയ്യരുത്. അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ്, എത്രയും വേഗം അവരെ വിളിച്ച് ഈ സമരം ഒത്തുതീർപ്പാക്കണം. AK ആന്റണി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും, UDF-ന്റെ നേതാക്കൾ ആവർത്തിച്ച് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ ഒരുമിച്ച് ആവശ്യപ്പെട്ടാൽ സമരം നടത്തുന്ന ആളുകളെ വിളിച്ച് ഒന്ന് ചർച്ച ചെയ്യാനുള്ള മര്യാദ, സാമാന്യ മര്യാദ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിനില്ലേ? പിണറായി വിജയൻ സർവാധികാരിയൊന്നുമല്ലല്ലോ. ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി എന്നല്ലേ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് എത്രയും വേഗം ഇപ്പൊ ഈ സമരത്തെ, ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം, സമരത്തെ പൊളിക്കാൻ ശ്രമിക്കും. സതീശൻ ഇവിടെ പറഞ്ഞു, ആരോഗ്യമന്ത്രി പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണം അറിയുന്നത് ഇവിടെയാണ്. ആര് പറഞ്ഞു ഇവരോട്? ആരോഗ്യമന്ത്രി കണക്കുകൾ പരിശോധിച്ചിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള സമരക്കാരുടെ കാര്യം പരിശോധിച്ചു. പ്രിയങ്കാ ഗാന്ധി ഇന്നലെ ട്വിറ്ററിൽ കുറിച്ചിരുന്ന ഇവിടത്തേക്കാൾ ഓണം അറിയാൻ വർദ്ധിപ്പിച്ച സംസ്ഥാനമാണ് തെലങ്കാന.